ട്രംപ് ഭരണകൂടത്തിന് കീഴിലുള്ള ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ നിയമപരമായ സ്ഥിരതാമസക്കാരെ അതായത് ഗ്രീൻ കാർഡ് ഉടമകളെ കൂടുതലായി ലക്ഷ്യം വയ്ക്കുന്നതായും വിദേശയാത്ര കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇവർക്ക് യുഎസിലേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പലർക്കും തിരിച്ചെത്തുമ്പോൾ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. റെഡ് ന്യൂമാൻ ബ്രൗൺഫീസിയയിലെ അസോസിയേറ്റ് അറ്റോർണി കരീം ജിവാനി പറയുന്നത്, നിയമപരമായ സ്ഥിരതാമസക്കാർക്ക് മിക്ക സാഹചര്യങ്ങളിലും രാജ്യത്തേക്ക് മടങ്ങിവരാൻ നിയമപരമായ അവകാശമുണ്ടെങ്കിലും ഇമിഗ്രേഷൻ നിയമപ്രകാരമുള്ള ചില നിബന്ധനകൾക്കും നിയന്ത്രണങ്ങൾക്കും ഇത് വിധേയമാണ്. ദീർഘകാലത്തെ അസാന്നിധ്യം, ക്രിമിനൽ കുറ്റങ്ങൾ, വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ യുഎസ് താമസം ഉപേക്ഷിക്കൽ എന്നിവയെല്ലാം സൂക്ഷ്മ പരിശോധനകൾക്കോ വൈകലിനോ പുറത്താക്കൽ നടപടികൾക്കോ കാരണമായേക്കാം എന്നാണ്. പ്രവേശനം നിഷേധിക്കപ്പെടുന്നതോ യുഎസ് താമസം ഉപേക്ഷിച്ചുവെന്ന ആരോപണമോ ഒഴിവാക്കാൻ വിദേശയാത്ര നടത്തുന്ന ഗ്രീൻ കാർഡ് ഉടമകൾ റീ എൻട്രി നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫോം I-131 ഉപയോഗിച്ച് റീ എൻട്രി പെർമിറ്റ് നേടിയില്ലെങ്കിൽ 1 വർഷമോ അതിൽ കൂടുതലോ യുഎസിന് പുറത്ത് താമസിക്കുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്റ്റാറ്റസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ കാലത്തെ അസാന്നിധ്യം പോലും സൂക്ഷ്മ പരിശോധനയ്ക്ക് കാരണമായേക്കാം. ഗ്രീൻ കാർഡ് സ്റ്റാറ്റസ് നിലനിർത്തുന്നതിന് ഉടമകൾ യുഎസുമായി ശക്തമായ ബന്ധം പുലർത്തുകയും വിദേശ ദീർഘകാല താമസം പരിമിതപ്പെടുത്തുകയും വേണം. നാച്ചുറലൈസേഷനിലൂടെ യുഎസ് പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്നവർ തുടർച്ചയായ താമസം എന്ന നിബന്ധന കർശനമായി പാലിക്കേണ്ടതുണ്ട്. ഗ്രീൻ കാർഡ് നിയമങ്ങൾ സ്ഥിരതാമസക്കാർക്ക് വിദേശയാത്രക്കാർക്കും തിരിച്ചുവരവിനും അനുമതി നൽകുന്നുണ്ടെങ്കിലും ഇതിന് ചില പരിമിതികളുണ്ട്. 1 വർഷമോ അതിൽ കൂടുതലോ യുഎസിന് പുറത്ത് കഴിയുകയാണെങ്കിൽ ഗ്രീൻ കാർഡ് വീണ്ടും പ്രവേശിക്കുന്നതിനായി സാങ്കേതികമായി അസാധുവാകും. 1 വർഷത്തിൽ താഴെയാണെങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് താമസം ഉറപ്പിക്കുകയാണെങ്കിൽ യുഎസിലെ സ്ഥിരതാമസം ഉപേക്ഷിച്ചതായി കണക്കാക്കാം. അതിനാൽ ദീർഘയാത്രകൾക്ക് മുൻപ് റീ എൻട്രി പെർമിറ്റ് എടുക്കുന്നത് ഉചിതമാണ്. നിങ്ങൾക്ക് താമസം ഉപേക്ഷിക്കാൻ ഉദ്ദേശമില്ലെന്നാണ് റീ എൻട്രി പെർമിറ്റ് എടുക്കുന്നതിലൂടെ ഇത് തെളിയിക്കപ്പെടുന്നത്. ഒരു റീ എൻട്രി പെർമിറ്റ് ഉണ്ടെങ്കിൽ റിട്ടേണിംഗ് റെസിഡന്റ് വിസ ഇല്ലാതെ തന്നെ 2 വർഷം വരെ വിദേശത്ത് കഴിഞ്ഞ് തിരികെ വരാം. ഇതിന് സാധാരണയായി 2 വർഷത്തെ കാലാവധി ഉണ്ടാകും. 1 വർഷമോ അതിൽ കൂടുതലോ വിദേശത്ത് പോകാൻ പദ്ധതിയുണ്ടെങ്കിൽ യുഎസ് വിടുന്നതിന് മുമ്പ് തന്നെ റീ എൻട്രി പെർമിറ്റിന് അപേക്ഷിക്കണം. അപേക്ഷിക്കുമ്പോൾ അപേക്ഷകൻ യുഎസിൽ നേരിട്ട് ഉണ്ടായിരിക്കണം. യാത്രയ്ക്ക് കുറഞ്ഞത് 60 ദിവസം മുൻപെങ്കിലും അപേക്ഷിക്കുന്നത് നന്നായിരിക്കും. ഫോട്ടോ, വിരലടയാളം എന്നിവ നൽകിക്കഴിഞ്ഞാൽ പെർമിറ്റ് അംഗീകരിക്കുന്ന സമയത്ത് അപേക്ഷകൻ യുഎസിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. വിദേശത്തെ യുഎസ് എംബസി വഴിയോ കോൺസുലേറ്റ് വഴിയോ ഇത് കൈപ്പറ്റാവുന്നതാണ്. യുഎസ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അപേക്ഷകൻ ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം കുറഞ്ഞത് 5 വർഷമെങ്കിലും യുഎസിൽ തുടർച്ചയായി താമസിച്ചിരിക്കണം. 6 മാസത്തിൽ കൂടുതൽ, അതായത് 150 ദിവസം. എന്നാൽ 1 വർഷത്തിൽ താഴെ യുഎസിന് പുറത്ത് നിൽക്കുന്നത് ഈ തുടർച്ചയായ താമസത്തെ തടസ്സപ്പെടുത്തിയതായി കണക്കാക്കാം. എന്നാൽ യുഎസുമായുള്ള ബന്ധം തകർന്നിട്ടില്ലെന്ന് തെളിവുകൾ സഹിതം ബോധിപ്പിച്ചാൽ ഇത് മറികടക്കാൻ സാധിക്കും. ദീർഘകാലത്തെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് സ്ഥിരതാമസക്കാർ ബോധവാന്മാരായിരിക്കണം. ഓരോ യാത്രയും 180 ദിവസമോ 1 വർഷമോ കവിയുന്നില്ലെന്നും ഇടയ്ക്കിടയ്ക്കുള്ള ദീർഘദൂര യാത്രകൾ താമസം ഉപേക്ഷിച്ചു എന്ന സംശയത്തിന് ഇടയാക്കും. ഇത് പൗരത്വ നടപടികളെ സങ്കീർണമാക്കിയേക്കാമെന്നും കരീം ജിവാനി വ്യക്തമാക്കുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.